എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരീഷാണ്, ഒരു ന്യൂട്രീഷൻ വെൽനസ് കോച്ചാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കവർ ചെയ്യുന്നതിനെ പറ്റി, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കവർ ചെയ്യുന്നതിലൂടെ എങ്ങനെ ഹെൽത്തിയായി മാറാവുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ ഏതെല്ലാം ന്യൂട്രീഷൻസ് നമ്മളെ സഹായിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. ഇന്നിപ്പോൾ ക്യാൻസർ എന്ന മഹാവ്യാധിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ, വയസ്സായ ആളുകൾ എല്ലാവരും തന്നെ ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് മരണപ്പെട്ടു പോകുന്നു. കുറേ പേര് ക്യാൻസർ സർവൈവർമാരായിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ലാത്തതുകൊണ്ടും തെറ്റായ ഭക്ഷണ രീതിയിലൂടെ ഗുഡ് ന്യൂട്രീഷൻസ് നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഏതൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിലൂടെയാണ് നമുക്ക് ക്യാൻസർ എന്ന രോഗം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. യൂട്യൂബിലാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ക്യാൻസർ എന്ന അസുഖത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അഥവാ പോഷകാഹാരക്കുറവ് ദീർഘകാലമായി നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ ചില തരത്തിലുള്ള ക്യാൻസറുകൾക്ക് സാധ്യത വർദ്ധിക്കുമെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. ശരിയായ പോഷകങ്ങൾ ഇല്ലാതായാൽ ശരീരത്തിലെ കോശങ്ങളുടെ നിഷ്ക്രിയത, അണുബാധ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ദുർബലത തുടങ്ങിയവ ക്യാൻസറിന്റെ സാധ്യത ഉയർത്താം. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അഥവാ പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ട് സാധ്യതയുള്ള വിവിധതരം ക്യാൻസറുകളെ പറ്റിയിട്ടാണ് ഇനി സംസാരിക്കുന്നത്. ഫ്ലോറേറ്റ് അഥവാ വൈറ്റമിൻ B9 കുറവ് കൊണ്ട്, ആ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്യാൻസർ എന്ന് പറയുന്നത് കോളോറക്ടൽ ക്യാൻസറാണ്. അതായത് വൻകുടൽ ക്യാൻസർ. അത് മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു ക്യാൻസറാണ്. വലിയ രീതിയിൽ പ്രമേഹമൊക്കെ വന്ന് മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു ക്യാൻസറാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള ക്യാൻസർ എന്ന് പറയുന്നാലും ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളോൺ ക്യാൻസർ. കോളോൺ ക്യാൻസർ എന്ന് പറഞ്ഞാലും വൻകുടലിൽ ഉണ്ടാവുന്ന ക്യാൻസർ തന്നെയാണ്. ഓവേറിയൻ ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ B12 കുറവ് കൊണ്ട് പാൻക്രിയാസിസ്, അന്നനാളം എന്നിവ ഉൾപ്പെടെയുള്ള ദഹന വ്യവസ്ഥയിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് നമുക്ക് വായ്, തൊണ്ട, സ്റ്റൊമക്ക്, സ്കിൻ എന്നിവയിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് സെലീനിയാണ്. സെലീനിയത്തിൻ്റെ കുറവ് കൊണ്ട്, അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ്സ് ക്യാൻസർ, കോളോൺ ക്യാൻസർ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സിങ്കിൻ്റെ കുറവ് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ കുറയുന്നത് കൊണ്ട് ത്വക്ക്, വായ്, അന്നനാളം തുടങ്ങിയവയിലൊക്കെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അയോഡിൻ്റെ കുറവ് കൊണ്ട് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫൈബറിൻ്റെ കുറവ് കൊണ്ട് കോളോൺ ക്യാൻസർ, ബോവൽ ക്യാൻസർ, ചെറുകുടലിലൊക്കെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്തിയായ ന്യൂട്രിയൻസ് എടുക്കുന്നതിലൂടെ ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്, അത് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുന്നു എന്നും കൂടി ഒന്ന് പരിശോധിക്കാം. ഫ്ലോറേറ്റ് അഥവാ വൈറ്റമിൻ B9 അത് പച്ചക്കറികൾ, ചീര, മുരിങ്ങയില, പയർവർഗ്ഗങ്ങൾ, അവക്കാഡോ, വിവിധതരം ധാന്യങ്ങളിൽ നിന്നൊക്കെ ഇത് ധാരാളമായി ലഭ്യമാണ്. DNA സിന്തസിസിനും സെൽ റിപ്പയറിനും ഇത് സഹായിക്കുന്നു. ഒരു കോശം പെരുകുമ്പോൾ അതിൻ്റെ ജനറ്റിക് വിവരങ്ങൾ മറ്റു കോശങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനെയാണ് DNA സിന്തസിസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? സൂര്യപ്രകാശം, മുട്ട, ഫോർട്ടിഫൈഡ് ഫുഡ്സിൽ നിന്നൊക്കെ ഇത് ധാരാളമായി ലഭിക്കുന്നു. സെൽ ഗ്രോത്ത് റെഗുലേഷനെയും ഇമ്മ്യൂൺ മോഡുലേഷനെയും ഇത് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ B12 അതിൻ്റെ ഉറവിടം മാംസം, മുട്ട, ഡയറി ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെയാണ്. DNA സിന്തസിസ്, നെർവസ് സിസ്റ്റം സപ്പോർട്ടിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ വൈറ്റമിൻ C നാരങ്ങ, ഓറഞ്ച്, പേരക്ക, പുളി, കാപ്സിക്കം എന്നിവയിൽ നിന്നൊക്കെ ധാരാളമായി ലഭ്യമാണ്. വൈറ്റമിൻ C ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഫ്രീ റാഡിക്കൽ കൺട്രോളിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സെലീനിയം നട്ട്സിൽ നിന്ന്, അതുപോലെ ധാന്യങ്ങളിൽ നിന്ന്, ഫിഷിൽ നിന്നൊക്കെ ധാരാളമായി ലഭ്യമാണ്. DNA റിപ്പയറിനും ഓക്സിഡേറ്റീവ് ഡാമേജ് പ്രൊട്ടക്ഷനും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത സിങ്കാണ്. സിങ്ക് സീ ഫുഡ്സിൽ നിന്നും അതുപോലെ പയർവർഗ്ഗങ്ങളിൽ നിന്നും നട്ട്സിൽ നിന്നൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സപ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എൻസൈം ആക്ടിവിറ്റിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഫൈബറിൻ്റെ ഉറവിടം പച്ചക്കറികൾ, പഴങ്ങൾ, ഓൾ ഗ്രെയിൻസ്, എല്ലാ ധാന്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഫൈബർ കിട്ടും. അതുപോലെ തന്നെ പിണ്ടി, കുടപ്പനയിൽ നിന്നൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഫൈബർ ലഭ്യമാണ്. ഈ ഫൈബറിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ, ഫൈബർ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, മലവിസർജനത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ചെറുകുടലിലൂടെയുള്ള മൂവ്മെൻറ്റ്സിനെയൊക്കെ അത് കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്തരം പോഷകാഹാരക്കുറവുകൾ പരിഹരിച്ചാൽ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും നമ്മളെ സഹായിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഭക്ഷണത്തിൽ ദിവസവും വിവിധതരം പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉൾപ്പെടുത്തുക, സൂര്യപ്രകാശത്തിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു നല്ല വെൽനസ് കോച്ചിൻ്റെ സഹായത്തോടെ നാച്ചുറൽ സോഴ്സിലൂടെയുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ ആവശ്യത്തിന് വ്യായാമം ചെയ്യുക, ശരിയായി വെള്ളം കുടിക്കുക, റിഫൈൻഡ് ഫുഡ്സ്, ചെമ്മീൻ, മാംസം, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണം പരമാവധി ഒഴിവാക്കുക എന്നിവയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് വിപണിയിൽ നിന്ന് ലഭ്യമാകുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഒന്നും തന്നെ നല്ല ന്യൂട്രിയൻ വാല്യൂ ഉള്ളതാണെന്ന് പറയാൻ കഴിയില്ല. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ പോലും കെമിക്കൽ അടങ്ങിയതാണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഇതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ പ്രായം, നിലവിലെ ആരോഗ്യസ്ഥിതി, ഭക്ഷണ രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ഭക്ഷ്യക്രമാവലി, അതായത് കൃത്യമായൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി ഞങ്ങൾക്ക് തരാൻ വേണ്ടി കഴിയും. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഇൻബോക്സിലോ കോൺടാക്റ്റ് ചെയ്തോളൂ. നല്ല സപ്പോർട്ട് തരാം. ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. നല്ലൊരു കോച്ചിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ്, ഒരു ന്യൂട്രീഷൻ വെൽനസ് കോച്ചാണ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ലീവ് യുവർ ബെസ്റ്റ് ലൈഫ്.